അമ്മേരെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കല് ഒരു പതിവാണ്. അല്ല അതിപ്പോ കുഴപ്പമില്ല. അവിടെ നമ്മുടെ വീട്ടിലത്തെ വിഷുക്കണി കിട്ടാം. അപ്പോൾ എല്ലാ വർഷത്തെ പോലെ തന്നെ ഞാൻ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. എല്ലാ വർഷവും ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ വിഷുക്കണി ഒരുക്കിയിട്ടുള്ളത്. തലേദിവസം തന്നെ നമ്മൾ എല്ലാതും റെഡിയാക്കി വെക്കും കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുലർച്ചെ ഒരു 4 മണിയായപ്പോൾ നമ്മൾ എണീറ്റു കേട്ടോ. എന്നിട്ട് പിന്നെ ഇതാ കണിയൊക്കെ വെച്ച് ഷായിട്ടിനും മക്കളും എല്ലാവരും കണിയൊക്കെ കണ്ടു. ഇപ്പോൾ ഒരു സമയം 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കിടക്കൊന്നുമില്ല. കണി വെച്ച് കഴിഞ്ഞാൽ കിടക്കാൻ പാടില്ല എന്നാണ് പറയുക. സാധാരണ വീട്ടിലൊക്കെ നമുക്ക് നേരെ അടുക്കളയിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ വരുന്നു തുടങ്ങും. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യട്ടെ പോയിട്ട്. ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേദിവസം തന്നെ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചു. അതേപോലെ തന്നെ നാളികേരം ചെരുക്കി വെച്ചു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വിഷുക്കട്ടയാണ് ഉണ്ടാക്കി വെക്കുക. അപ്പം ഞാൻ നാളികേരം മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു ചെരുക്കിയിട്ടേ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വട്ടം വന്ന കമൻറ്റ് എന്ന് പറയുന്നത് വിഷുക്കട്ട നാളികേരം പാലിലെല്ലാം ഉണ്ടാക്കാമെന്നാണ് എല്ലാവരും എന്നോട് ചോദിച്ചത്. ശരിയാണ്, നാളികേരം പാലിലാണ് വിഷുക്കട്ട ഉണ്ടാക്കുക. ഞാൻ കഴിഞ്ഞ വർഷം ഇതേപോലെ വിഷുവിൻ്റെ ടൈമിൽ വിഷുക്കട്ട ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നാളികേരം പാലിലാണ് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വിഷുക്കട്ട ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഷായേട്ടൻ്റെ അമ്മ ഉണ്ടാക്കുന്ന വിഷുക്കട്ടയാണ്. അപ്പോൾ അമ്മയുടെ ടൈമിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും പണികളൊക്കെ ഉള്ള ടൈം കുറേ പേരുണ്ടല്ലോ. അപ്പോൾ ഇത്രയധികം നാളികേരം പാലൊക്കെ എടുത്തുണ്ടാക്കാന്ന് പറഞ്ഞാൽ അന്നത്തെ പണിത്തിരക്കിനിടയിൽ അത് പറ്റില്ല. അപ്പോഴത്തെ രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു വിഷുക്കട്ടയാണ് നമ്മൾ ഈ പ്രാവശ്യം ഞാനിങ്ങനെ നാളികേരം ചെരുക്കിയിട്ടിട്ട് കാണിച്ചത് കേട്ടോ. പക്ഷെ അത് നല്ല ടേസ്റ്റിന് കേട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പം ഞാൻ ഈ വട്ടം ഇപ്പം ഇന്ന് വിഷുവിന് ഞാൻ ഇതേപോലെ കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കിയ അതേ സെയിം വിഷുക്കട്ടയാണ് ഇപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഈ നാളികേരം പാലൊക്കെ എടുക്കട്ടെ അടിച്ച്. 2 ഗ്ലാസ് അരിക്കാണ് കേട്ടോ നമ്മളിന്ന് വിഷുക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് 1-ാം പാൽ നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2-ാം പാലും 3-ാം പാലും കൂടിയിട്ട് 4 ഗ്ലാസ്സാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. 1.5 നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഉരുളി അടുപ്പത്തൊക്കെ വെച്ച് ചൂടായി വന്നപ്പോൾ ഞാനത് 2-ാം പാലും 3-ാം പാലും കൂടിയിട്ട് നമ്മൾ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതാ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പാല് പിരിയാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. പാലൊക്കെ ചൂടായി വന്ന് തുടങ്ങി. ഈ സമയത്താണ് നമ്മൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉണക്കല്ലരി തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഉണക്കല്ലരിയാണ് കേട്ടോ വിഷുക്കട്ട ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഈ അരി ഉണ്ടല്ലോ നന്നായി കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതേപോലെ ഒന്ന് കുറുകി വരുന്നൊരു സമയത്ത് നമ്മൾ അതിലേക്കുണ്ടല്ലോ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഈ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഈ 1-ാം പാൽ വറ്റി വരുന്നതോട് കൂടി തന്നെ നമ്മളെ വിഷുക്കട്ട റെഡിയാവും കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്കുണ്ടല്ലോ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3/4 ടീസ്പൂൺ ജീരകമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നോക്കിയാൽ നമ്മൾ ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മളൊരു ഇലയിലേക്ക് പരത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വിഷുക്കട്ട റെഡിയായി. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മുടെ കറികളൊന്നും വെച്ചോട്ടില്ല. ഇനി അതൊക്കെ വെക്കണം. ഇനി അത് വേറെ വെക്കട്ടെ. എന്തിനൊക്കെ സമയം പോണേ. നമ്മുടെ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതായത് നമ്മുടെ പട്ടുകുട്ടികളുടെ അടുത്തേക്ക് വേണമെങ്കിൽ ഇത്തിരി ഇടയിൽ ചെല്ലാം. അപ്പോൾ ഞാൻ വീണ്ടും ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടൊക്കെ വരും. അപ്പോൾ അത് കാരണം അവരുടെ അടുത്തേക്ക് ഇന്ന് പോകാൻ കുറച്ച് നേരം വൈകിണ്ട്. ഇത്തിരി ബഹളമൊക്കെ എനിക്ക് കൂട്ടിയവർ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നണത് നമ്മുടെ പേര് കുട്ടിക്ക് ഒരു സ്വൈര്യം കൊടുത്തിട്ടുണ്ടാവില്ല. പാല് കുടിച്ച് കിടക്കുമോ മൂളിച്ചൊക്കെ കേൾക്കുന്നുണ്ട്.
അല്ലെങ്കിൽ രാവിലെ തന്നെ പെളിയിലിടുമ്പോൾ അവൾക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടേ. നോക്കുക കാട്ടെന്നിട്ട് ചെയ്യണേന്നവര് നമ്മൾ ചെല്ലുമ്പോഴേക്കും ചിലപ്പോൾ എണീക്കും. നോക്കിയേ, എല്ലാവരും പാൽ കുടിക്കായിരുന്നു. നമ്മുടെ സൗണ്ട് കേട്ടല്ലേ അമ്മയുടെക്കാളും ധൃതിയ മക്കൾക്ക് ഇത് കിടക്കാൻ വേണ്ടിയിട്ട് അല്ലേ തുടങ്ങി. എന്തായാലും ആദ്യം ഞാൻ പേലിക്കുട്ടീനെ വിടും. ശരി ശരി, അമ്മ പോട്ടെ. ആദ്യം അമ്മ പോട്ടെ. കരയണ്ട അയ്യോ മെസ്സിക്കുട്ടാ വായി തുറക്കട്ടെ. നോക്ക് ഇങ്ങനെ നിൽക്കുന്നേ. വാതിൽ തുറക്കാൻ കൂട്ടാക്ക്, വാതിൽ തുറക്കട്ടെ. കരയണ്ടാവും. ആദ്യം വന്ന് നാളെ ഇറക്കിയില്ലാന്ന്. ഇപ്പൊ ഇവിടെ വരും. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് ഇങ്ങോട്ട് ചാറ്റോടം കൂട്ടാ. ഇനി നടക്കട്ടെ, ഞാൻ നടക്കട്ടെ. വാ നെയ്മറാണ് കരയണ ആള്. അവനാണ് ഭയങ്കര ആക്റ്റീവ്. ഇങ്ങനെയൊക്കെ തുള്ളി നടക്കണവന്. വാ ഇനി കളിക്കാട്ടെ നമുക്ക് കുറച്ച് നേരം. എന്നിട്ട് പാപ്പക്കും കഴിച്ചാൽ മതിട്ടാ. ഇനി കുറച്ച് നേരം കളി. ഇനി എല്ലാവരും കുറച്ച് നേരം കളിക്കില്ലേ? ഇനി കുറച്ച് നേരം എല്ലാവരും കളിക്കില്ലേ? ഇനി കളിക്കലൊന്നുമില്ല. കണ്ട, ഇവരടുത്തേക്ക് വരുമ്പോഴേ ഇവരെടുക്കണം എന്നുള്ളവരൊക്കെ ഉണ്ട്. ഓരോരുത്തരൊക്കെ ഒന്ന് എടുത്തു വെച്ചാൽ സമാധാനമാവില്ല. ഓക്കെ അയ്യാ. ഇനി ആരും എടുക്കണ്ടേ? ഓക്കെ. ഇനി വാ അടുത്ത ആള്. ഓക്കെ. ഇനിയിപ്പോൾ സമാധാനമായില്ലേ? ഇനി ആരും എടുക്കണ്ടേ? വാ. ഓക്കെ. കുട്ടപ്പന്മാര് ഇങ്ങനെ വരെ വികൃതി കുട്ടന്മാരെ വരെ ഉണ്ട്. നോ ഇവന് സ്നേഹം കൊണ്ട് അങ്ങോട്ട് എന്താ കാണിക്കേണ്ടതില്ല. ചെല്ലേ, ഇനി എല്ലാവരും ഇവിടെ ഇരിക്കട്ടാ. കുറച്ച് നേരം നിങ്ങൾ കിടന്ന് കളിക്ക്. എടുക്കണം. ശരി, എടുക്കണം. എല്ലാവരും കൂടി ഞാൻ ഇങ്ങനെ എടുക്കാട്ട്. ചക്കരക്കുട്ടന്മാരെ ഇപ്പം മനസ്സിലായില്ലേ? ഇവരടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഡ്രസ്സ് മാറി ഇവർക്കുള്ള ഡ്രസ്സ് ഇട്ട് തന്നെ വരണം. മതിട്ടാ. ഇനി കുട്ടി ഓടി കളിക്ക്. ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇനിയിപ്പോൾ പ്ലേറ്റ് ഈ പറഞ്ഞ പോലെ ഒരു പ്ലേറ്റ് പോലെ അടുത്ത പ്ലേറ്റിൽ വെച്ചോളങ്ങണം. എല്ലാവരും കൂടി വട്ടക്കൂടി കഴിക്കൂട്ടാ. അങ്ങനെ വൃത്തിയാക്കും. വിശപ്പ് അങ്ങോട്ട് നീങ്ങും. അല്ലാത്തവരും അത് ഒന്നും കൂടി വൃത്തിയാക്കിയിട്ട് നീങ്ങണം. അല്ലൂട്ടിക്ക് പാല്. എന്നിട്ട് കുടിച്ചോ പെണ്ണ് കുടിച്ചോ. നമ്മുടെ അല്ലു നാട് വിട്ട് പോകുന്നുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നാട് വിട്ട് പോയിട്ടില്ല, അവൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടാ. പക്ഷെ പണ്ടത്തെ പോലെയുള്ള ആ ഒരു എന്താ പറയുക, നമ്മുടെ പിന്നാലെ ഓടി നടക്കുന്ന ഒരു സ്വഭാവമില്ലേ, അതൊന്ന് കുറച്ചിട്ടുണ്ട്. കാരണം ഇപ്പം എണ്ണം കൂടുതൽ നമ്മുടെ പട്ടിക്കുട്ടികൾ കൂടി കണ്ടു തുടങ്ങിയപ്പോഴേ അവൾക്ക് ഭയങ്കര വിഷമമാണ്. അതാണ്, ദേഷ്യമല്ല, ആളുടെ മുഖത്ത് ആ ഒരു ക്ഷീണമുണ്ട്. നമ്മുടെ അല്ലുവിൻ്റെ മുഖത്ത് ചിന്ത പോയ പോലെ തോന്നുന്നു എനിക്ക്. ഇനി എന്നിട്ട് ടൈസിന് വേണമല്ലേ? ടൈസിന് തരാം. ടൈസ് കൂട്ടനെ തിന്നോട്ടാ. ഇനി ആരൊക്കെ കാക്കകൾക്ക് ഇവരൊക്കെ നമ്മുടെ സ്ഥിര ആൾക്കാരാണേ. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയം കണ്ടിട്ട് വരുന്നവരാണ്. ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു കേട്ടാ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഇവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ അവിടെ വീട്ടിൽ അമ്മേൻ്റെ അടുത്തേക്ക് പോകും. ഇനിയിപ്പോൾ ഇതാ അമ്മേൻ്റെ അടുത്തേക്ക് പോവാ കേട്ടാ. ആദ്യം അടുത്ത് നോക്കി വീഡിയോ പിടിക്കുന്നുണ്ട്, നോക്കിയേ. അപ്പം ഞാനിതാ വീട്ടിലെത്തിയിട്ടാ. ഹാപ്പി വിഷു പറഞ്ഞേ. വിഷു ഹാപ്പി വിഷു. ആര്
ഇപ്പൊ ബൈ പറയില്ല ചേട്ടാ. ആ കണ്ണുകുട്ടി വീഡിയോ കഴിഞ്ഞ് വെച്ചിട്ട് ബൈ പറയാട്ടാ. ആ അമ്മായി ലാസ്റ്റ് കൊറേ ഉണ്ടിടണ്ണ, ലാസ്റ്റ് പറയാൻ പറ്റില്ല ബൈ. അപ്പൊ കണ്ണുകുട്ടി വലിയ ബൈ പറഞ്ഞോ? എപ്പൊ നമ്മുടെ മാമക്ക് ഉണ്ട് കഴിഞ്ഞിട്ട് ഒന്ന് ബൈ പറയാം. കണ്ണുകുട്ടി നേരത്തെ വന്നില്ലേ? അപ്പൊ എന്താ അമ്മയോട് പറയാണ്ടിരുന്നേ? ആ നീതി വിളിച്ച് പറഞ്ഞില്ലേ അന്ന്? ആ അത് കൊണ്ടാണ്. കണ്ണിങ്ങോട്ട് ഇരുന്ന് അമ്മയെ എടുത്തിരിക്കുന്നു. കണ്ട നമ്മുടെ കണ്ണുകുട്ടി കണ്ട ഇങ്ങനെയൊക്കെ ഇരിക്കൂട്ടപ്പോ കൊറേ മാറ്റേ കണ്ണുകുട്ടിക്ക്. കണ്ണുകുട്ടി വിചാരിച്ചു കഴിഞ്ഞാ നടക്കാന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കണ്ണുകുട്ടി വിചാരിക്കണില്ലേ നടക്കണത്? വിചാരിക്കണ്ട കണ്ണുകുട്ടി. പിന്നെ പേടിയാ? ആ കണ്ണുകുട്ടിക്ക് പേടിയാ നടക്കാൻ. പേടിക്കണ്ടേട്ടാ കണ്ണ, നമുക്ക് നടക്കണം അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ കണ്ണുകുട്ടി. ആ കണ്ണുകുട്ടിക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണോ ഇഷ്ടം? നോക്കിയല്ലേ കണ്ണുകുട്ടി അച്ഛനോട് പറഞ്ഞ് തോർത്ത് കൈയിടാൻ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അത്ര കണ്ണുകുട്ടിക്ക് ഒരു സേഫ്. നല്ല ധൈര്യമായിട്ടിരിക്കാൻ പറ്റുന്നല്ലേ കണ്ണ? ആ ഉമ്മ ഉമ്മ ചോറിട്ടോ. അപ്പൊ ഞങ്ങളെ കുട്ടികളൊക്കെ വേഗം ഇരുത്തി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ടാ. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വന്ന കാരണം വിശപ്പൊക്കെ കുറവാണെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അന്നേരം കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കല് ഒരു പതിവാണ്. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ വെക്കാത്ത 2-3 തരം അമ്മ എന്ന് വെച്ചിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി വെച്ചിട്ടുണ്ട് അമ്മ, ചക്കുപ്പേരി വെച്ചിട്ടുണ്ട്. ഇത് 2 എണ്ണം. ഈ 2 അമ്മായി വെച്ചിട്ടില്ല കേട്ടോ വീട്ടിലേ. ഇതാ പൊന്ന അച്ചാറുണ്ട്. ഇത് മാങ്ങ മാങ്ങ. രാവിലെ ഞാൻ ചോലൊന്നില്ല. എന്തേ? നൂലപ്പം ഞങ്ങൾ തിന്നാൻ. ആ നൂലപ്പം കഴിച്ചിട്ടാണോ ഇപ്പൊ അച്ഛമ്മേലെടുത്ത് വീട്ടിൽ അച്ഛമ്മേലെടുത്തേക്ക് വന്നിട്ട് മാമുണ്ടായിരിക്കണേ? അമ്പടാ. എന്നിട്ടാണ് നമ്മുടെ കണ്ണനെ വിശക്കില്ലാന്ന്. കണ്ണന് നോൺ വെജ് ഉണ്ടെങ്കിലാണ് ഭക്ഷണം ഇറങ്ങുന്നത്. അപ്പൊ നമ്മള് വിഷുവിന്റെ അന്ന് നോൺ വെജ് വെക്കില്ല കേട്ടാ. നമ്മള് പച്ചക്കറി മാത്രമാണ് അന്നത്തെ ദിവസം വെക്കുക. അപ്പൊ കണ്ണനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അല്ലേ? ആ മടിയായിട്ട് ഇറക്കണതാ. ഇനി അമ്മയും ഉണ്ടായിരിക്കട്ടെ കണ്ണന്റെ അടുത്ത്. പിടിക്കണ സുനിയ? അതെ സാരി അമ്മയെ പിടിക്കാം. കൂടിട്ടാ ഒരു വേണോ? ബൈ. അപ്പൊ നമ്മളിനി വീട്ടിൽ പോവാ. കാണാൻ ടാറ്റാ. ആ ആ അടുത്ത വീഡിയോയിൽ കാണാൻ പായിന്ന് പോവാട്ടൊന്നും. ഇതാ ഇമ്മ തക്കടു പോട്ടെ. അമ്മ എന്താ അങ്ങട് ഇനി ഒന്നങ്ങോട്ട് വരുന്നേ? അമ്മൂടിയ വരാൻ പറയലേ തക്കടു. അച്ഛമ്മയും അമ്മ ഒക്കെ കൂട്ടിട്ട് വരണേട്ടാ. വരും. കണ്ണൻകുട്ടി വരില്ലേ? കണ്ണൻകുട്ടി വരില്ലേ? ആ വരും. പോട്ടെ അമ്മ. നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴേ നമ്മുടെ പട്ടിക്കുട്ടികളെ കഴിച്ചു വിട്ടൂട്ടാ. അപ്പൊ നോക്കിയേ ദേ 2 പേര് ഇവിടെ. ദേ ഈ കുത്തിമറിയില്ല പണി. ഇവിടെ 2 പേരുടെ ഗുസ്തി നടക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇപ്പുറത്ത് 2 പേരെ ഗുസ്തി നടക്കുന്നുണ്ട്. കണ്ണാടി വന്നിട്ടുണ്ട് അവരുടെ അടുത്തേക്ക്. ഗുസ്തി മാറ്റി മാറ്റി കൊടുക്കണല്ലോ കണ്ണാടി നമ്മള്. ആ ഓരോന്ന് കടിച്ചിരിക്കുന്ന പണി അവർക്ക്. ദേ ഇവിടെ ഒരാള് നോക്കിയേ ഒരു ഈ ചെടിയുമ്പോ കിടന്നിട്ടുള്ള ഗുസ്തിയാ. അതെ പിന്നെ ഇത് പണ്ടുണ്ടെങ്കിലേ പെട്ടെന്ന് നമ്മുടെ കാലാവസ്ഥ മാറിയിട്ടാ നോക്കിയേ. നല്ല കാറ്റും ഇരുട്ട് കൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് വരുന്നത്. നല്ല മഴ ചിലപ്പോൾ പെയ്യാൻ സാധ്യതയുണ്ട്. നല്ല കാറ്റൊക്കെ ഊതുന്നുണ്ട്. ചിലപ്പോൾ നമുക്കൊന്ന് മഴ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആ ഉണ്ണിക്കൂട്ടുണ്ട്. അല്ല അപ്പൊ ഇനി പുത്തൂർക്ക് പോണെന്ന് എന്നിട്ട് പിന്നെ വന്നിട്ട് പിന്നെ സിനിമയ്ക്ക് പോനാ? സെക്കൻഡ് അല്ല അതിപ്പോ കുഴപ്പമില്ല. ഇന്നിപ്പോ ഞാനും കണ്ണാടിയൊക്കെ ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ കണ്ണാടി എന്താ പറയാ പുത്തൂരിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷെ അവൾക്ക് ഇന്ന് അങ്ങോട്ട് പോകണം. കാരണം നമ്മുടെ അവിടെ 2 പേരുണ്ടല്ലോ, നമ്മുടെ പട്ടികൾ കാലും ബ്ലൂസിയും. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോകണം. അത് പോയി വന്നിട്ട് വേണമെങ്കിൽ പുത്തൂരിൽ നിന്ന് വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് വേണമെങ്കിൽ സിനിമയ്ക്ക് പോകണമെങ്കിൽ. സിനിമ പിന്നെ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്. ഉണ്ണിക്കുട്ടുണ്ട് കണ്ണാടിയാ, അവൻ കൊണ്ടാക്കി തരൂ കേട്ടാ.
കാലുമേ ഇങ്ങനെ മാതി മാതിരിക്കും. ഇപ്പം ഭയങ്കര രസാട്ടാ, കളിക്ക് ഭയങ്കര ഉഷാറാ. ഇത് കടിപിടി കൂടുതലാണ് മെയിൻ പണി. ഇപ്പൊ ഷായുടെ വീഡിയോ പിടിക്കുമ്പോ ഒരാൾ ഷായന്റെ കാലുമ്പോ കടിപിടി കൂടാണ് ഈ ഓടിക്കൊണ്ടിരിക്കണേ. വാടാ വാടാ, ഇവിടെ അവിടുത്തെ ആ വാല് തുറന്നിട്ടാണ്. ഷെയ്ക്കിൻ്റെ 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 ഷെയ്ക്കിൻ്റെതാടാ ഷെയ്ക്കിൻ്റെതാ. ഹലോ ഷെയ്ക്കിൻ്റെതാ. ഇങ്ങനെ ഷെയ്ക്കിൻ്റെതാ. എവിടെ ടൈം ഈ ഗുസ്തി കൂടാനും തല്ലുകൂടാനുള്ള നേരമുള്ളവർക്ക്. ഇപ്പോഴേ പല്ലൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങിയപ്പോൾ ചെറുതായിട്ടൊരു വേദനയൊക്കെ ഉണ്ടിട്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഗുസ്തി കൂടായാലും അവർക്ക് വേദനയ്ക്ക് ചിലപ്പോൾ പിടിക്കണ്ടാവോ അറിയില്ല. നല്ല കടിപ്പിടിയാ, നല്ല രസമായിട്ടാ. നമുക്കിങ്ങനെ ഇന്നിപ്പോൾ ഞങ്ങൾ പറമ്പിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അത് കാരണം ഇന്ന് കുറച്ച് നേരം വരെ കൂടിയുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഇവരെ കൂടെ അങ്ങനെ നിൽക്കാറില്ല. ഉടുപ്പ് പിടിച്ച് വലിക്കുക, കാലുമ്പോൾ ചെരുപ്പ് കടിച്ച് വലിക്കുക, ഇതാണ് ഇവിടുത്തെ പണി മുഴുവൻ. ആടാ എന്തൊരു ചെയ്യണേ. എന്താ പ്ലാറ്റിനി പ്ലാറ്റിനി, എനിക്ക് വേദന ഉണ്ടടാ. നമുക്കപ്പോൾ മഴ കിട്ടിയിട്ടാ അത്യാവശ്യം ശക്തി പ്രാപിക്കാനുള്ള സാധ്യത ഉള്ളപ്പോൾ തോന്നുന്നു. കനത്തിലുള്ള തുള്ളികളൊക്കെ ആയിട്ടാണ് വീഴുന്നത്. ഇന്ന് എന്തായാലും നനയ്ക്കാണ്ട് കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഒരു 5:30 നേരത്തിൽ നനയുണ്ട് നമുക്ക് ചെടികൾക്കൊക്കെ. ഇന്നിപ്പോൾ അത് നനയ്ക്കണ്ട. ഇന്ന് അങ്ങനെ വിഷു ദിവസം ഒരു ഫ്രീ ദിവസമായിട്ടുണ്ട് എനിക്ക്. നമുക്കങ്ങനെ നല്ലൊരു മഴ കിട്ടി. പിന്നീട് വൈകിട്ട് ഞങ്ങളിതാ ഒരു സിനിമയ്ക്ക് പോകുന്നു കേട്ടോ. ആലപ്പുഴ ജിങ്കാന എന്ന് പറഞ്ഞ സിനിമ കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ തിയേറ്റർ, ഫൺ തിയേറ്റർ എന്ന് പറയും. അപ്പോൾ ഞങ്ങളുടെ കൂടെ വെല്ലിയേച്ചും അതേപോലെ തന്നെ കണ്ണാടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ തിയേറ്ററിൽ. ഫസ്റ്റ് ഷോ വിടാത്ത കാരണം നമുക്ക് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം നമ്മൾ സിനിമയ്ക്കും കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ കണ്ണാടീനെ പുത്തൂർ കൊണ്ടാക്കി വെല്ലിയേച്ചിനെ അവിടെ വീട്ടിൽ ഇറക്കി. കാരണം നമുക്ക് ഇന്ന് കറണ്ട് പോയിരിക്കുക. അപ്പോൾ ഇൻവേർട്ടറിൻ്റെ ഇതിൽ ഒരു ലൈറ്റൊക്കെ കത്തണമല്ലോ. ഇന്ന് നേരത്തെ കറണ്ട് പോയിട്ടുണ്ട്. എല്ലായിടത്തും അത് കാരണം ഇരുട്ടാണ്. ഇനി എന്നിട്ടാ ടൈസിന് അംബ്രൂസിന് ഇട്ട് കൊടുക്കണല്ലോ ചേട്ടാ. എന്നിട്ട് വയ്യോ തരാം. അപ്പൊ വിഷുവിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയുള്ള നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.